ഹായ് ഫ്രണ്ട്സ്, ഇന്നലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം ഏകദേശം എത്ര മണിയായി ബബ്ലൂസ്? 2 മണിയായിട്ടുണ്ടല്ലേ? 1 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ രാത്രി 1 മണിക്ക് ശേഷമാണ് നമ്മൾ ബാംഗ്ലൂർ എത്തിച്ചേർന്നത്. റൂം എടുക്കാനൊക്കെ നമ്മൾ ഒരുപാട് പാടുപെട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ കറങ്ങിയിട്ടാണ് നമുക്ക് റൂം കിട്ടിയത്. പിന്നെ അത് മാത്രമല്ല, റൂം ഭയങ്കര എക്സ്പെൻസീവ് ആണ്. നമ്മൾ ടൗൺ സിറ്റിയിലല്ലേ ഈ സ്ഥലം അല്ല, എം ജി റോഡിൻ്റെ ഭാഗത്താണ് നമ്മൾ താമസിക്കുന്നത്. അതും വേറൊരു വിഷയം കൂടെ ഉണ്ട്. വരുന്ന വഴിക്ക് ഒരു ചെറിയ ടയർ പൊട്ടിത്തെറിച്ച്, നമ്മുടെ വണ്ടിയുടെ അല്ല, വേറെ വണ്ടിയുടെ ലോറിയുടെ ടയർ പൊട്ടിത്തെറിച്ച് ആകപ്പാട് പൊടിയും കാര്യങ്ങളും. ഈ ഹെൽമെറ്റിന്റെ ഗ്ലാസ് തുറന്നു വെച്ചേക്ക് വരുന്നത്. അന്നേരം ബബ്ലൂസിന്റെ പിന്നെ ഹെൽമെറ്റിന്റെ ഉള്ളിലൊക്കെ പൊടിയൊക്കെ കയറി ആകെ ബബ്ലൂസിന് ശ്വാസമൊക്കെ നിന്നുപോയി. ആകപ്പാട് ബുദ്ധിമുട്ടിലായി. അന്നേരം ബാംഗ്ലൂർ ട്രിപ്പ് മൊത്തത്തിൽ കുളമായി. പിന്നെ ബബ്ലൂസിന് ഫുൾ ടൈം കിടത്തുവാണ്. എന്തായാലും നമ്മൾ പുറത്തോട്ടൊക്കെ പോകാൻ പോവാണ്. ബബ്ലൂസ് വയ്യാതായിപ്പോയി. ഇതാണ് നമ്മുടെ റൂം. വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് റൂം നമുക്ക് കിട്ടിയേക്കുന്നത്. നല്ല റൂമാണല്ലോ ബബ്ലൂസ്? എല്ലാ സൗകര്യമുള്ള റൂമാണ് കേട്ടോ. ഒരുപാട് സ്ഥലത്ത് നമ്മൾ കയറി ഒരുപാട് അന്വേഷണത്തിന് ശേഷമാണല്ലോ ബബ്ലൂസ് കിട്ടിയത്. എന്തായാലും ഞങ്ങൾ പുറത്തോട്ട് പോകാൻ പോവാ. ബബ്ലൂസേ, നമുക്ക് പുറത്തോട്ട് പോവാം. രാവിലെ ഞങ്ങൾ പുറത്തോട്ട് പോകുന്നുണ്ട്. പറ്റുന്ന പോലെയുള്ള വീഡിയോസ് ഒക്കെ ഞങ്ങൾ എടുക്കുന്നുണ്ട്. അന്നേരം എല്ലാവരും ഞങ്ങളെ വീഡിയോ ഒക്കെ കാണണം. അല്ല ബബ്ലൂസ്? സപ്പോർട്ട് ചെയ്യണം. ഹായ് ബബ്ലൂസ്, നമ്മള് ബാംഗ്ലൂർ എം ജി റോഡിലാണ് ഉള്ളത്. നൈറ്റ് ലൈഫ് എന്താണ് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. ഓക്കെ, അങ്ങനെ നമ്മളിതാ നേരെ നടക്കുവാണ്. ഇനി നിങ്ങൾ ഞങ്ങളുടെ പുറകെ വന്നു കഴിഞ്ഞാൽ അപ്പം ബാംഗ്ലൂർ എം ജി റോഡിലെ മനോഹരമായ കാഴ്ചകളൊക്കെ കാണാം. അപ്പം ബാംഗ്ലൂർ എന്തൊക്കെയാണോ ഉള്ളത് എന്ന് നമുക്കൊന്ന് അറിയണ്ടേ. എല്ലാവരും പറയുന്നത് എന്തൊക്കെയോ മഹാസംഭവങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ് ബാംഗ്ലൂർ പോയിട്ടുണ്ടോന്നാണ് ചോദിക്കുന്നത് അല്ലേ അസ്മിറ? പിന്നെ ബാംഗ്ലൂർ എം ജി റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാ അത്ഭുതങ്ങളാണ്. ഭയങ്കര സെറ്റപ്പ് ആണ്. എന്തായാലും ഗോവയുടെ അത്ര ഉണ്ടാകുന്ന നമുക്ക് നോക്കാം. ഗോവയുടെ അത്രയും സംഭവം തന്നെയാണ്. അത് കണ്ടു കഴിഞ്ഞ് ഞാൻ പറയാം. ഇവിടെ പബ്ബുകൾ കംപ്ലീറ്റ് കിടക്കുന്നത് ആണല്ലേ? അടിച്ചുപൊളി ടീം കംപ്ലീറ്റ് വരുന്നത് ഈ സ്ഥലത്താണ്. ഇവിടാണ് വരുന്നത് പബ്ബിൽ പോകാൻ വേണ്ടി മാത്രമല്ല, എല്ലാ ബ്രാൻഡ് സാധനങ്ങളും ഇവിടെ കിട്ടും. ബ്രാൻഡഡ് ആയിട്ടുള്ള ഏത് കമ്പനിയുടെ പ്രോഡക്റ്റുകളും ഓരോന്ന് എല്ലാത്തിന്റെ ഷോറൂമുകൾ ഇവിടെ ഉണ്ട്. അടുപ്പിച്ച് ഷോപ്പിങ്ങിന് മാത്രമാണ് ആൾക്കാർ ഇവിടെ വരുന്നത് കൂടുതലും. അങ്ങനെ വരുന്നവരും ഉണ്ട്. പിന്നെ അടിച്ചു പൊളിക്കാൻ വേണ്ടി വരുന്നവരുണ്ട്. പാർട്ടിയൊക്കെ നടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് എന്തായാലും അങ്ങോട്ടൊന്നും പോയില്ല. ആദ്യം തന്നെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇവിടെ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. കണ്ടില്ലേ? പക്ഷെ എന്തായാലും ഇവിടെ രാത്രിയിൽ ആർക്കും ഉറക്കമൊന്നും ഇല്ല കേട്ടാ. പക്ഷെ എന്തായാലും ഞാനൊരു കാര്യം പറയാം, ഇത്രയും ബ്രാൻഡ് ഷോപ്പുള്ള വേറെ സ്ഥലം ഉണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലൊന്നും ഇല്ല കേട്ടാ. കേരളത്തില് എറണാകുളത്തുണ്ടോ ഇത്രയും എല്ലാ ബ്രാൻഡിന്റെയും ഷോപ്പ് ഒന്നിച്ചുള്ളത്? ഉണ്ട്, പക്ഷെ ഇത്ര അധികം ഇല്ല കേട്ടാ. എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയത്തില്ല. ഞാൻ എറണാകുളത്തൊക്കെ എനിക്കറിയാം, പക്ഷെ അതിനെക്കാട്ടി കൂടുതലുണ്ടെന്ന് എനിക്ക് പറയാറില്ല. എല്ലാത്തിനും ഷോപ്പുണ്ട്, എല്ലാ ബ്രാൻഡിന്റെയും ഷോപ്പുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും അല്ല കേട്ടാ ഗോവയിലെ തിരക്ക്. ബബ്ലൂസ്, ഗോവ വേറെ വൈബ്, ഇത് വേറെ വൈബ്. ശരിക്കും പറഞ്ഞാൽ ഗോവ പോയിട്ടുള്ളവർക്ക് അറിയാം. ഗോവയിൽ തന്നെ 48 ബീച്ചുണ്ട്. ബീച്ച് മാത്രം പോരാ, ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഇതൊന്നും അല്ല. പക്ഷെ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോട്ടെ, എന്നിട്ട് ഞാൻ ബാക്കി പറയും. ഇപ്പൊ നടക്കാൻ തുടങ്ങിയല്ലേ ഉള്ളു. ഇത്രയും കണ്ടതിൽ വെച്ച് എന്റെ അഭിപ്രായം പറയുന്നത് കേട്ടാ. ഗോവ വൈബ് ബീച്ചല്ലേ ബബ്ലൂസേ? മാത്രമല്ലല്ലോ, നൈറ്റ് ലൈഫ് അടിപൊളിയാണ്. അതെ, നൈറ്റ് ലൈഫ് മറ്റേ ബഗാ ബീച്ചിന്റെ ഭാഗത്തോട്ടൊക്കെ ഒന്ന് ചെല്ലണം. ഇവിടെ നൈറ്റ് ലൈഫ് ഉയർന്നൊക്കെ ഇവിടെ പാർട്ടിയൊക്കെ കാണും അല്ലേ? പിന്നെ പൊളിയല്ലേ. എന്തായാലും പക്ഷെ വേറൊരു കാര്യമാണ്, ഇതില് ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിക്കും പെട്ടുപോത്തുള്ളെന്നാ എനിക്ക് തോന്നുന്നത്. റോഡ് മൊത്തം ബ്ലോക്കുമ്പോ ഒന്നെങ്കിൽ റൂട്ട് അറിയണം. രാത്രിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ശരിക്കും പെട്ടുപോയതാണ് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ബാംഗ്ലൂർ വരുന്നത്. അപ്പം എന്തായാലും പണി മേടിച്ച ഒരു സ്ഥലമാണ്. തിരക്കിപ്പെട്ട് ഞങ്ങക്ക് പിന്നെ സ്ഥലം അറിയത്തില്ല. നമ്മൾ കറങ്ങി ഓരോ റോഡ് കയറി തിരിച്ചു വരും. കറങ്ങി ഞങ്ങള് കേറിയ സ്ഥലത്ത് തന്നെ വീണ്ടും വരും. അവസാനം നമുക്ക് തന്നെ ഭ്രാന്ത് പിടിക്കും. നമ്മള് ഭയങ്കര വലിയ സംഭവം. ഒരു സ്ഥലത്ത് ട്രാവൽ പോയിട്ട് ഇങ്ങനെ ഒരു അനുഭവം ഇല്ല കേട്ടാ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മടുത്തു പോയി. റൂം കിട്ടാൻ പാടാണ്.
ചുമ്മാ കൊണ്ട് ചെന്ന റൂമും കിട്ടത്തില്ല. റൂമൊക്കെ കിട്ടും, നമ്മൾ ഒരുപാട് നോക്കിയൊക്കെ അത് അല്ലെങ്കിൽ ബുക്ക് ചെയ്തിട്ട് വരണം. പിന്നെ രാത്രിയിലൊക്കെ വന്നിട്ട് എവിടെ റൂം നോക്കി എടുക്കാനാണ്? അത് ഇവിടെയൊക്കെ ഭയങ്കര ഇവിടെ വന്നിട്ട് KFC കഴിക്കണമെന്ന് ഭയങ്കര ബബ്ലൂസ് ഭയങ്കര ബഹളമാ. ഞാനല്ല കേട്ടാ, വെറുതെ പറയുന്നേ. തസ്മീറിനെയാണ് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഇത്. അപ്പം വേണമെന്നപ്പോ ഓക്കെ. പിന്നെ നമ്മൾ എവിടെ പോയാലും അതുപോലെ തന്നെ ഇപ്പൊ അതേ ബാംഗ്ലൂർ ഒന്ന് കഴിച്ചില്ലേ, ഇപ്പൊ ഇതുപോലെ എവിടെയെങ്കിലൊക്കെ പുറത്ത് പോയാലും അത് കഴിക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെയാണ്, വ്യത്യാസം ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഓരോ സ്ഥലത്തു നിന്ന് വാങ്ങിച്ച് കഴിച്ചാലേ അറിയത്തുള്ളൂ. പണ്ടാണെങ്കിലോ നമ്മള് ഇതുപോലെ നമ്മള് ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മള് ക്യാഷ് മാത്രം കൊടുത്താൽ മതിയായിരുന്നു. അപ്പൊ നമ്മൾ തന്നെ വേണം അതിന്റെ ഇതിന്റെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. ഇപ്പം എല്ലാം ഓൺലൈനിലല്ലോ ബ്ലൂസ്. ഓൺലൈനാണ്. പിന്നെ നമ്മള് ടോക്കൺ എടുക്കണം. നമ്മൾ തന്നെ കമ്പ്യൂട്ടർ വെച്ച് പടപട അടിച്ച് അത് റെഡിയാക്കണം. ഒരു ഇതാ വന്ന് നമ്മുടെ KFC നീ കഴിക്കുവാണ്. തസ്മീറിനായിരുന്നു വേണം എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ആദ്യം എടുത്ത് കഴിക്കുന്നത് ഞാനാണ് കേട്ടാ. KFC കണ്ടപ്പം ഇതം മാറി. സാധാരണ എവിടെ ചെന്നാലും തസ്മീർ എന്നോട് പറഞ്ഞു നീ വീഡിയോ എടുക്ക്, ഞാൻ കഴിച്ചു കാണിക്കാന്ന്. അവസാനം ഞാൻ വീഡിയോ എടുത്ത് തിരിച്ചു വരുമ്പോഴത്തേക്ക് എന്റെ കാര്യങ്ങൾ മറന്നുപോയിട്ട് എല്ലാം കഴിച്ചു തീർത്തു. അതാണ് ഇപ്പൊ പുതിയ ഒരു കണ്ടുപിടുത്തം. ബബ്ലൂസ് ആദ്യം കഴിച്ചു. തസ്മീർ വീഡിയോ എടുത്തു, ഞാൻ ആദ്യം കഴിച്ചു നോക്കാം. അത് അങ്ങനെ കൊള്ളത്തില്ലല്ലോ, ഇടയ്ക്ക് പണി അങ്ങോട്ടും കൊടുക്കണ്ടേ. അങ്ങനെ നമ്മൾ അതെല്ലാം കഴിച്ചിട്ട് നേരെ ഇറങ്ങി. നല്ല അടിപൊളി KFC ആയിരുന്നു, സൂപ്പർ ആയിരുന്നു. അതെ. പിന്നെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. ഓരോ സ്ഥലത്തും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുവാണ്. എന്തായാലും മെയിൻ ആയിട്ടുള്ള ഭാഗത്തോട്ടാണ് ഇപ്പൊ പോകുന്നത്. ഇവിടെ എന്തൊക്കെ ഉണ്ടെന്നൊന്നും അറിയണം. എല്ലാരും പറയുന്നത് എന്റെ പൊന്നോ ബാംഗ്ലൂർ എന്ന് പറഞ്ഞാ നിങ്ങളൊന്ന് കാണണം, പോണം. ഏറ്റവും വലിയ നമ്പർ 1 സിറ്റിയാണ്. സിറ്റി മാത്രമല്ല, അവിടെ ഇല്ലാത്ത സംഭവങ്ങളില്ല, അങ്ങനെ ഇങ്ങനെയാ. പിന്നെ ഞങ്ങൾ എന്തോരോ ഓരോ വീഡിയോ ഒക്കെ ഇട്ടപ്പോൾ ചിലർ വന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് എന്തറിയാം ബാംഗ്ലൂരിനെ പറ്റി? ഞാനിവിടെ എത്ര വർഷമാണെന്നറിയാം, എനിക്കറിയാത്തത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അതാ ഇതാണെന്ന് പറയാം. പക്ഷെ അവര് പറയുന്നത് ബഡായിയാണ് കേട്ടാ, വെറും കള്ളത്തരം മാത്രമാ. പിന്നെ ഞങ്ങളും എല്ലാം പറയുന്നത് സത്യമെന്നല്ല. ചില കാര്യങ്ങൾ നമ്മള് വെറുതെ നമ്മള് അറിഞ്ഞോണ്ടായിരിക്കും പറയുന്നത്, മനസ്സിലാക്കിയിട്ട്. അത് പറയുമ്പോ അത് അംഗീകരിക്കാൻ തയ്യാറാത്ത ചില വ്യക്തികളും ഉണ്ട്. പിന്നെ പറയുന്നത് 200 രൂപയ്ക്കൊക്കെ ഇവിടെ റൂം കിട്ടുന്നത്. എവിടെ കിട്ടാനാ? ഈ ബാംഗ്ലൂർ ബെഡ് സൈസ് പോലും കിട്ടത്തില്ല. ഈ ലോക്കർ ഫെസിലിറ്റി, അതുകൂടാതെ AC-യും ഹീറ്ററും എല്ലാ സൗകര്യോട് കൂടിയ റൂം എവിടെ 200 രൂപ ഫെസിലിറ്റി ഉള്ള റൂമൊന്നും ഒരു കാരണവശാലും കിട്ടത്തില്ല. 5 രൂപ ഏറ്റവും കുറഞ്ഞ കൊടുക്കണം. പിന്നെ 5000 രൂപയാണ് ഇവിടെ ഏറ്റവും കുറഞ്ഞത്. ഒരു അത്യാവശ്യം നല്ലതാണ്, നല്ല റൂം. പിന്നെ കുറഞ്ഞ എനിക്കറിയത്തില്ല, നമ്മള് എപ്പോഴും എടുക്കുമ്പോ നല്ല റൂം നോക്കി 1000 രൂപയുടെ റൂമൊക്കെ ഉണ്ട്. വന്ന് താമസിക്കാൻ പറ്റിയ നല്ല സേഫ് ആയിട്ടുള്ള നമ്മള് സ്ഥലമൊക്കെ അല്ലേ നോക്കി എടുക്കത്തുള്ളൂ. അപ്പൊ അതിൻ്റെതായ ഇത് വരും. പിന്നെ ബാംഗ്ലൂർ സിറ്റി അല്ലേ, അത് പിന്നെ നമ്മള് റേറ്റ് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കില്ല, കുറച്ച് ആകുമെന്നൊന്നും പ്രതീക്ഷിക്കണ്ട. അപ്പം ഇവിടെയൊക്കെ വരുന്നവര് ക്യാഷ് ഉള്ളവര് മാത്രമല്ലേ വരത്തുള്ളൂ. പിന്നെ എന്തായാലും ഇവിടം വരെ നടന്ന എനിക്ക് ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റിയത് ഒരു പബ്ബേ ഉള്ളെന്നാണ് കേട്ടാ ഇവിടെ. ഒരു പബ്ബ്? പിന്നെ 1-2 പബ്ബേ ഉള്ളു. അല്ലല്ല, 1-2 അല്ല 100 അല്ല, പബ്ബൊക്കെ ഇഷ്ടം പോലെ. എന്റെ പൊന്ന് അസ്മീറ ഒന്നും മിണ്ടായി, അങ്ങനെയല്ല. പിന്നെ അല്ല, സാധാരണ ലോക്കൽ പബ് അങ്ങോട്ട് 1-2 ഉള്ളത് ഇവിടെ പറയുന്നത് കേട്ടെ. വേറെ എല്ലാരും എവിടാന്ന് ചോദിച്ചപ്പോഴെല്ലാം കാണിച്ചിരുന്ന ഈ ഒറ്റ സ്ഥലത്താണ്, MG റോഡിൽ. വേറെ എവിടെയെങ്കിലും. പക്ഷെ ഗോവയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇതല്ല. ഞാൻ ഗോവയെ പറ്റി പുകഴ്ത്തി പറയുന്നൊന്നും വിചാരിക്കണ്ട. 1-2 ഒരുപാട് പബ്ബുണ്ട് എനിക്കറിയുന്നു. പബ്ബല്ല ഒരുപാടുണ്ട്. പിന്നെ എന്നോട് പറയണ്ട കേട്ടാ പൊട്ടത്തരം. എന്തായാലും ഇനിയിപ്പൊ ഇതിന് എതിരായിട്ട് നിങ്ങൾക്ക് വല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തുക. കമന്റ് ചെയ്യാം, എന്നാലല്ലേ എനിക്കറിയാൻ പറ്റും. ഞാൻ അംഗീകരിക്കത്തില്ല, നിങ്ങൾ ആര് പറഞ്ഞാലും അംഗീകരിക്കത്തില്ല കേട്ടാ. കാരണം എന്റെ അത്രയും സമയം കൊണ്ട് എനിക്ക് കിട്ടിയ അറിവാണ് ഞാൻ പറയുന്നത്. കുറെ പേരോട് ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നുമല്ല, 100 എന്തിനാ കള്ളത്തരം പറയുന്നത്? ശരിയല്ല കേട്ടാ. 100 പബ്ബ് എവിടെയാണ്? ഈ ആൾക്കാര് കമന്റ് ചെയ്യട്ടെ കേട്ടാ. പൊട്ടത്തരം പറയാതാ, ഇല്ലെങ്കിൽ എന്റെ അറിവില്ല. കണ്ടില്ലേ ഒരു ചേട്ടൻ പിന്നെ അവിടെ ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ. അയ്യോ, ചേട്ടന് നേരെ നിൽക്കാനാവതില്ല. എന്റെ പൊന്നു ചേട്ടാ, നമ്മളിപ്പോ ഒരു ബിസിനസ് ഒക്കെ ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് വേണമെങ്കിൽ ചേട്ടൻ വീട്ടിൽ പോയിട്ട് എന്താന്ന് വെച്ചൊക്കെ ചെയ്യും. ബിസിനസ്സുമായിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് ശരിക്കും നമ്മൾ നോർമലായിട്ട് തന്നെ ഇരിക്കണം.
അല്ലെങ്കിൽ എത്ര പേര് വരുന്നതാണ്, അവർക്കും ബുദ്ധിമുട്ടാണ് നമുക്കും ബുദ്ധിമുട്ടാണ് കേട്ടാ. അപ്പൊ ഞാൻ എന്തായാലും കുറെ ചോദിച്ചിട്ട് ഇങ്ങനെ തന്നെ താഴ്ത്ത നോക്കിയിരിക്കാൻ മിണ്ടുന്നില്ല. കുറെ നേരം കഴിഞ്ഞപ്പോഴത്തേക്കാണ് പിന്നെ ഇത് എടുത്തു തന്നത്. അങ്ങനെ ഒരു പരുവത്തില് ആ ചേട്ടൻ അത് എടുത്തു തന്ന് ബബ്ലൂസ് അത് മാന്യമായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ബബ്ലൂസിന് ഭയങ്കര വിശപ്പുണ്ട്. കഴിക്കുക. ഫ്രൂട്ട്സ് കഴിച്ച് നമുക്ക് പോകാമല്ലോ ബബ്ലൂസേ. ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തിന് നല്ലതല്ലേ. അപ്പൊ നമ്മുടെ ഹെൽത്തിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇതുപോലെ വാങ്ങിച്ച് കഴിക്കുക. എന്തായാലും ഇവിടം വരെ വന്നിട്ട് എനിക്കൊന്നും ഇഷ്ടപ്പെട്ടൊന്നും ഇല്ല കേട്ടാ. ഇനി മേലെ അതെ ബാംഗ്ലൂർ അതായത് ഇഷ്ടപ്പെടുന്ന സ്ഥലത്ത് കൊണ്ടുപോവാം. വേണ്ട നിർത്തി, എനിക്ക് ഗോവയിൽ പോയാൽ മതി. നമുക്ക് ഓക്കെ ബൈ ബൈ, നമുക്ക് ഗോവയ്ക്ക് പോവാം. എന്തായാലും ന്യൂ ഇയർ അടിച്ചുപൊളി ഞങ്ങൾ ഗോവയിൽ പോവാണ്. അപ്പൊ ഓക്കെ ബൈ ബൈ.